ഹായ് സുഹൃത്തുക്കളെ, കേട്ടറ്റ് ഇല്ലാത്ത സർവീസിൽ നിലവിലുള്ള അധ്യാപകർക്കായിട്ട് ഒരു സ്പെഷ്യൽ എക്സാം കേട്ടറ്റ് നേടാത്ത യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക യോഗ്യതാ പരീക്ഷ നടത്തും എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ ഫെബ്രുവരിയിൽ 2026 ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം നടത്തും എന്നുള്ളത് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, സമീപകാലത്ത് വന്ന സുപ്രീം കോടതി വിധിയൊക്കെ അനുസരിച്ച് കേട്ടറ്റ് ഇല്ലാതെ അധ്യാപകർക്ക് സർവീസിൽ തുടരാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജിയൊക്കെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നീണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു പത്രങ്ങളിലുമൊക്കെ ഇതേ വാർത്ത തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ പരീക്ഷ, ഈ പറഞ്ഞ നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർക്കായിട്ട് ഫെബ്രുവരിയിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് I+ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കേട്ടറ്റ് 1 ആട്ടെ, 2 ആട്ടെ, 3 ആട്ടെ, അതിനെല്ലാം നമുക്ക് കോച്ചിങ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദാംശങ്ങൾ അറിയാം. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഇനി ഒരു 3 മാസം നമ്മുടെ മുന്നിലുണ്ട്. വളരെ ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് 65,000-ഓളം അധ്യാപകർ കേട്ടറ്റ് ഇല്ലാതെ സർവീസിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്, കേരളത്തിൽ തന്നെ സർവീസിൽ തുടരുന്നുണ്ടെന്നുള്ളതാണ് സർക്കാരിന്റെ കണക്ക്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം കേട്ടറ്റ് വേണ്ടിവരും. സുപ്രീം കോടതി വിധി അനുസരിച്ച് 2027 സെപ്റ്റംബർ 1 മുമ്പ് തന്നെ ഇവർ ഈ യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടില്ല, സർവീസിൽ നിന്ന് മാറ്റി പിരിച്ചുവിടേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കുക, അത് പാസ്സാവുക, അതാ ടെൻഷനും ഒഴിവാക്കാമല്ലോ. ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ഒരു പക്ഷേ അപ്പീലുമായിട്ട് പോയിട്ട് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കാം. പക്ഷെ സ്റ്റിൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഫെബ്രുവരിയിൽ വരുന്ന പരീക്ഷ ഒരു ചാൻസ് ആയിട്ട് എടുത്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത 3 മാസം വർക്ക് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.